ഹായ് ഗായ്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ ഒരു സസ്പെൻസ് ത്രില്ലർ കന്നഡ TV സീരീസ് ആണ്. സീരീസിന്റെ പേര് അയ്യനാമനൈ. ഒരുപാട് നിഗൂഢതയും ട്വിസ്റ്റുകളും ഒക്കെ ഉള്ള ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ നായിക ജാജി. ജാജിന്റെ കല്യാണം ഈയിടെയാണ് കഴിഞ്ഞത്. ഇത് ജാജിയുടെ ഭർത്താവ് ദുഷ്യന്ത. ജാജി എന്ന സന്തോഷത്തോടെ തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുന്നേ ദുഷ്യന്ത ജാജിയുടെ പാരന്റ്സിനോട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഈ കല്യാണത്തിന് സമ്മതിച്ചതിന് നന്ദി എന്ന് പറയുന്നുണ്ട്. ജാജിക്ക് എന്നാൽ ഇവൻ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായില്ല. ജാജിയുടെ അമ്മയാണേലും അധികം എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാണ്ട് ജാജിനെ അവിടുന്ന് പറഞ്ഞയക്കാണ്. അവരെല്ലാരും അവളുടെ അടുത്തുനിന്ന് എന്തോ വിളിക്കുന്നുണ്ട്. ദുഷ്യന്തന്റെ വീട്ടിലേക്ക് എത്താൻ ഇനി ഒരു 2.5 മണിക്കൂർ എടുക്കും. കാറിൽ കയറിയിട്ട് ഒരുപാട് നേരമായി. എന്നിട്ടും ദുഷ്യന്ത അവളോടൊന്നും സംസാരിച്ചില്ല. ജാജിക്ക് ആകെ സങ്കടമായി. അവളപ്പോ അവന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, തന്നെ താല്പര്യം ഇല്ലാണ്ടാണോ കല്യാണം കഴിച്ചത്, അതോ തന്നെ ഇഷ്ടമായില്ലേ, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. എന്നിട്ടും അവനൊരക്ഷരം പോലും മിണ്ടുന്നില്ല. ഇതെല്ലാം കേട്ടിട്ട് ഡ്രൈവർ ജവരയ്യ, മോളെ അങ്ങനെയൊന്നും അല്ല, പുള്ളി ഇൻട്രോവേർട്ടാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. പിന്നെ ജാജിയും ജവരയ്യയും കൂടിയായി വർത്തമാനം. കഴിഞ്ഞ 15 വർഷമായിട്ട് ജവരയ്യ അയ്യനാമനയിലാണ് പണിയെടുക്കുന്നത്. ഈ അയ്യനാമന എന്ന് പറഞ്ഞത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പേരല്ലേ, ഇതെന്താ വീടിന് അയ്യനാമന എന്നുള്ള പേരിട്ടെന്ന് അവൾ ചോദിച്ചു. ജവരയ്യ വീട്ടിലെ ആ ഒരു ഹിസ്റ്ററി പറയാണ്. വീട്ടില് കൊണ്ടയസ്വാമിന്റെ അമ്പലമുണ്ട്. പണ്ട് മനയിരുന്ന സ്ഥലം ഒരു കൃഷിഭൂമിയായിരുന്നു. അവരൊരിക്കൽ നില ഒഴുകുന്നതിനിടയ്ക്ക് മണ്ണിനടിയിൽ നിന്നും കൊണ്ടയസ്വാമിന്റെ വിഗ്രഹം കിട്ടി. അതിൽ പിന്നെ അവർക്ക് നല്ല കാലമായിരുന്നു. ഇപ്പൊ ഏതാണ്ട് 150 ഏക്കർ സ്ഥലമുണ്ട്. പൂജയും കാര്യങ്ങളും ഒക്കെ എല്ലാം ചെയ്ത് കൊണ്ടയെ തൃപ്തിപ്പെടുത്തിയാൽ എല്ലാം നല്ലതായിട്ട് നടക്കും. ഇല്ലെങ്കിൽ ബാക്കി പറയാമെന്ന ജവരയെ ദുഷ്യന്ത തടഞ്ഞു. ഇങ്ങനെ ഇവര് പോകുന്ന വഴിക്ക് പോലീസ് ഇവരുടെ വണ്ടി അടഞ്ഞു. നോക്കുമ്പോ SI ജാജിയുടെ അയൽവാസിയാണ്. പുള്ളി ക്രൈംബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരന് കല്യാണത്തിന് ചെല്ലാൻ പറ്റാത്തോണ്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിച്ചതാണ്. ജാജി സന്തോഷത്തോടെ പുള്ളിയെ ദുഷ്യന്തന് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതേ സമയം മനയിലെ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കുന്ന തിരക്കിലാണ് ദുഷ്യന്തന്റെ അമ്മ. പുള്ളിക്കാരുടെ പേര് നാഗലാംബിക. എല്ലാരും നാഗമ്മ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നാഗമ്മ എന്ന് തന്നെ വിളിക്കാം. വൈകാതെ തന്നെ അവര് അയ്യനാമനയിലേക്ക് എത്തി. മനയിലുള്ളവരെ നമുക്കൊന്ന് നോക്കാം. ഇത് അവിടുത്തെ വേലക്കാരി തയ്യവ. ദുഷ്യന്തന് 3 സഹോദരങ്ങളാണുള്ളത്. ഏറ്റവും മൂത്ത ചേട്ടൻ ശിവ, രണ്ടാമത്തെ ചേട്ടൻ മഹേഷ്, പിന്നെ ഒരു അനിയത്തിയുണ്ട്, പേര് പൂർണി. പിന്നെയുള്ളത് അച്ഛനും അമ്മയും. ആരതി ഒഴിഞ്ഞ ശേഷം അവർക്കൊരു ചടങ്ങുണ്ട്. ചെക്കൻ പെണ്ണിന്റെ പേര് പറയണം, അതുപോലെ തന്നെ പെണ്ണ് ചെക്കന്റെ പേരും പറയണം. അവൻ ജാജി എന്ന് പറഞ്ഞു, അവളാണേല് മഹാരാജാന്നും. ഇത് കേട്ടിട്ട് അടിച്ച് ഫിറ്റായിട്ട് നിൽക്കുന്ന മഹേഷ്, എന്റെ സഹോദരന്റെ പേര് മഹാരാജ എന്നല്ല, ദുഷ്യന്തയാണ് എന്ന് പറഞ്ഞു. ദുഷ്യന്ത എന്ന് പറഞ്ഞാൽ മഹാരാജ തന്നെയാണല്ലോ. ജാജിയുടെ ഈ ഡയലോഗ് കേട്ട് ദുഷ്യന്ത ഇംപ്രസ്സായി. പക്ഷെ എന്ത് കഷ്ടകാലമാണോ അവ അറിയില്ല. ജാജി കാലെടുത്ത് വെക്കാൻ തുടങ്ങിയതും അവിടുത്തെ കാരണം ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് വീഴുകയാണ്. പുള്ളി വൈകാതെ മരിക്കുകയും ചെയ്തു. ഈ ഒരു കാരണം കൊണ്ട് വൈകിട്ട് അവിടേക്ക് പ്രശ്നം നോക്കാൻ വേണ്ടി ജോത്സ്യര് വന്നു. പുള്ളി ജാജിയെ തറപ്പിച്ചൊരു നോട്ടം നോക്കി അകത്തേക്ക് കയറിപ്പോയി. പുള്ളിക്കാരന്റെ അഭിപ്രായത്തിൽ ജാജിയുടെ സമയദോഷം കാരണമാണ് ഈ ഒരു മരണം സംഭവിച്ചത്. ജാജിയായിട്ടുള്ള വിവാഹം നടത്തരുതെന്ന് പുള്ളി മുന്നേ വാൺ ചെയ്തതാണ്. എന്നാൽ ദുഷ്യന്തയ്ക്ക് ഇയാളീ പറഞ്ഞത് ഇഷ്ടായില്ല. അച്ഛൻ ഹാർട്ട് അറ്റാക്ക് കാരണമാണ് മരിച്ചത്, ജാജിയെ വെറുതെ ഇതിലേക്ക് വലിച്ചിടണ്ട. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങി. ഇതെല്ലാം പുറത്തു നിന്ന് സങ്കടപ്പെട്ട് ജാജി കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ഈ നിലപാട് അവളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. രാത്രി അവൾ നടന്ന കാര്യമൊക്കെ അമ്മയോട് പറഞ്ഞു. കാരണം ഇവിടെ നടക്കുന്നതൊക്കെ കുറച്ച് സ്ട്രേഞ്ച് ആണ്. ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടും ബന്ധുക്കളെ ആരെയും വിളിക്കാണ്ട് വേഗം തന്നെ ചടങ്ങുകളൊക്കെ നടത്തി തീർത്തു. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് എല്ലാ വൈകുന്നേരവും കൊണ്ടയസ്വാമിയെ പൂജിക്കുന്നത് കൊണ്ടാണെന്നാണ്. ഈ ഒരു മരണം കൊണ്ടാണോ എന്നറിയില്ല, ജാജിയോട് ആരും ഒന്നും സംസാരിക്കുന്നില്ല. ദുഷ്യന്ത പോലും അവളടുത്തൊന്നും സംസാരിച്ചില്ല. ഈ ഒരു കാര്യം അവൾ അമ്മയോട് പരാതി പറഞ്ഞു. നാഗമ്മ ഇത് കേട്ട് അവിടേക്ക് വന്നു. അമ്മയോട് ഞങ്ങളാരും നിന്നോട് സംസാരിക്കില്ലെന്ന് കംപ്ലൈന്റ് ചെയ്യുമായിരുന്നോ? എന്ത് ചെയ്യാനാ മോളെ, കല്യാണ സെലിബ്രേഷൻ നടക്കേണ്ട ഈ നേരത്ത് നമ്മൾ വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുമല്ലേ. അപ്പൊ ജാജിയും തന്റെ സമയദോഷം കാരണമാണല്ലോ ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞു. എന്താ മോളെ, നീ വീട്ടിലെ ലക്ഷ്മിയാണ്. സമയം അടുത്തപ്പോ പുള്ളി പോയി, അല്ലാണ്ട് നീയും ഈ കാര്യമായിട്ട് ഒരു ബന്ധവും ഇല്ല. തന്റെ അമ്മായിയമ്മയുടെ വായിൽ ഇങ്ങനൊരു സംഭവം കൂടെ കേട്ടപ്പോ ജാജിക്ക് കുറച്ച് ആശ്വാസമായി. രാത്രി എല്ലാരും ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ മഹേഷിന്റെ കയ്യിലെ ചോറ് തെറിച്ച് നിലത്തേക്ക് വീണു. ജാജി എന്തിനാ ചേട്ടാ ചോറ് കളഞ്ഞെന്ന് ചോദിക്കുമ്പോ അവൻ വിളറി പിടിച്ച്, ഇത് ഞാനല്ല, അവളാ. നീ എവിടാടി, നിനക്ക് എത്ര ധൈര്യം ഉണ്ട് എന്റെ ചോറ് തട്ടിയിടാൻ എന്ന് എങ്ങോട്ടൊക്കെയോ നോക്കി പറഞ്ഞോണ്ടിരുന്നു. ജാജിക്ക് ഇതൊക്കെ കണ്ട് ആകപ്പാടെ പേടിയായി.
ദുഷ്യന്ത ജാജി അവിടുന്ന് മാറ്റാൻ ശ്രമിക്കവേ ആരോ തള്ളിയിട്ട പോലെ മഹേഷ് താഴേക്ക് വീണു. ഇതും കൂടെ ആയതും മഹേഷ് ഒരു വടിയെടുത്ത് എങ്ങോട്ടൊക്കെയോ നോക്കി വീശാൻ തുടങ്ങി. അവിടെ ഇരുന്ന ഒരു റാന്തലും അവൻ അടിച്ചിട്ടു. ഇവന്റെ ഈ കാട്ടിക്കൂട്ടല് കണ്ട പൂർണി ചിരിച്ചു. മഹേഷിന് ഇത് കണ്ടതും നിനക്ക് ചിരി വരുന്നു, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തിട്ട് നിനക്ക് എന്ത് സുഖമാ കിട്ടുന്നത് പുഷ്പ എന്ന് പറഞ്ഞ് അവൻ പൂർണിയെ അടിക്കാൻ ചെന്നു. പിന്നെ എല്ലാരും കൂടെ അടിയും പിടിച്ചു മാറ്റലുമായി. ഇത് കണ്ടു നിന്ന ജാജി പേടിച്ച് ഓടിപ്പോയി അവളുടെ അമ്മയെ വിളിച്ച് കരഞ്ഞു. ഇവരെല്ലാരും ഭയങ്കര സ്ട്രേഞ്ച് ആണ്, വേഗം വന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയില്ലേ താൻ ഇവിടെ കിടന്ന് മരിക്കുമെന്നൊക്കെ അവള് പറഞ്ഞു. നാഗമ്മ ഇത് കേട്ട് അവിടേക്ക് വന്നിട്ട് പ്രശ്നമൊന്നുമില്ല മോക്ക് ഞാൻ കൂട്ടിനുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. നാഗമ്മ അവളെ എന്നിട്ട് ദുഷ്യന്തന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ കംപ്ലീറ്റ് ആവുന്നത് വരെ ജാജിയോട് പൂർണിയുടെ കൂടെ കിടക്കാൻ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോയി. പുതിയ സ്ഥലം ആയതുകൊണ്ട് ഉറങ്ങാൻ അവക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതി ദുഷ്യന്ത അവക്ക് ഒരു ബുക്ക് വായിക്കാൻ കൊടുത്തു. ഏട്ടായിയുടെ ഈ കെയറിങ് അവക്കിഷ്ടായി. അവൾ ഇതുമായിട്ട് പൂർണിയുടെ റൂമിലേക്ക് പോയി. പക്ഷെ പൂർണിക്ക് ജാജിയെ വന്നപ്പം മുതുക്കെ വലിയ ഇഷ്ടമൊന്നുമില്ല. ജാജി തൻ്റെ കൂടെ കിടക്കുന്നതിൽ അവക്കൊട്ടുമേ താല്പര്യമില്ലെന്ന് അവൾ ഒരു മടിയും കൂടാണ്ട് പറഞ്ഞു. ജാജിക്ക് എന്നാ ഇതിൽ വലിയ പരിഭവമൊന്നുമില്ല. ഈ കാര്യം നാഗമ്മ അറിഞ്ഞിട്ടുണ്ടേല് പക്ഷെ പ്രശ്നമാണ്. അതുകൊണ്ട് അമ്മയോട് റൂമിൽ കിടന്നിട്ട് ഉറക്കം വരാത്തോണ്ട് പുറത്ത് കിടന്നതാണെന്ന് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് ജാജി പായും തലേണയായിട്ട് പുറത്തേക്കിറങ്ങി. അവരുടെ വീടൊരു 4 കെട്ട് സെറ്റപ്പാണ്. അവിടെ തന്നെയാണ് തയ്യവയും കിടക്കുന്നത്. പുള്ളിക്കാരി ജാജിയോട് സംസാരിച്ചു. ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന മനുഷ്യനായിരുന്നു, പെട്ടെന്ന് ഇതിപ്പോ എന്ത് പറ്റിയോ ആവോ. അല്ലേലും കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെ കഷ്ടകാലാണ്. എനിക്ക് തോന്നുന്നത് ദൈവകോപാണെന്നാ. തൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ജാജി തയ്യവയിൽ നിന്ന് കിട്ടുമോ എന്ന് നോക്കി. അതായത് അമ്മായിയച്ഛന്റെ മരണവിവരം ആരെയും അറിയിക്കാത്തതെന്ത്? ഇവിടെ കുടുംബക്കാർ മാത്രമേ ഏതൊരു ചടങ്ങിനും പങ്കെടുക്കുകയുള്ളൂ. ജാജി അവിടുത്തെ മൂത്ത സഹോദരന്മാരുടെ ഭാര്യയൊന്നും അറിയിച്ചില്ലേ, അവരെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മാത്രമാണ് അവരുടെ ഭാര്യമാർ ജീവനോടെ ഇല്ലെന്ന് അവൾ അറിയുന്നത്. ചടങ്ങിന്റെ സമയത്ത് ഭാര്യ എവിടെ വന്നില്ലേ എന്നവൾ മഹേഷിനോട് ചോദിച്ചായിരുന്നു. അയാൾ അപ്പം പറഞ്ഞത് ഭാര്യ അവളുടെ വീട്ടിലാണെന്നാണ്. ഓ, അത് കുഞ്ഞിനെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി പറഞ്ഞതാവും. മഹേഷിന്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. അവളുടെ പേര് പുഷ്പവതി. പുറത്തെ കിണറ്റിൽ ചാടി അവൾ ആത്മഹത്യ ചെയ്യാ ഉണ്ടായേ. ജാജി ഇത് കേട്ട് ആകെ സ്തംഭിച്ചു പോയ പോലായി. അവൾ പുഷ്പവതി കിണറ്റിൽ ചാടി മരിക്കുന്നതൊക്കെ അവിടെ നിന്ന് വിഷ്വലൈസ് ചെയ്തു. അടുത്ത ദിവസം അവൾ എഴുന്നേക്കുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അവൾ വേഗം മുഖം കഴുകി അടുക്കളയിൽ പോവാൻ തുടങ്ങിയതും ദുഷ്യന്ത അവൾക്ക് കൂടെ കോഫി ഇട്ടിട്ട് വരികയായിരുന്നു. ഇന്നലെ നടന്ന പ്രശ്നങ്ങൾ ആലോചിച്ച് അവൾക്ക് ഉറക്കം വന്നിട്ടുണ്ടായില്ല. അവള് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് അവർക്ക് വിളിച്ച് എഴുന്നേൽപ്പിക്കാനും തോന്നിയില്ല. ജാജി പിന്നീട് ജീരകവെള്ളവുമായിട്ട് നാഗമ്മയെ കാണാൻ ചെന്നു. കല്യാണം കഴിഞ്ഞ് ഓടിപ്പിടിച്ച് വന്നതുകൊണ്ട് അവൾക്ക് ഡ്രസ്സൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. കുളിച്ചു കഴിഞ്ഞിടാൻ ഡ്രസ്സില്ല. ഇത് കേട്ട് നാഗമ്മ അവിടുത്തെ അലമാര തുറന്നു കാട്ടി. അതില് നിറച്ച് സാരികളാണ്. ഇത്രയും സാരി നിങ്ങളുടെയാണോ അമ്മേ എന്ന് ജാജി ചോദിക്കുമ്പോ അല്ല, മഹേഷിന്റെ ഭാര്യ പുഷ്പവതിയുടേതാണ് എന്ന് അവര് മറുപടി പറഞ്ഞു. അന്ന് അച്ഛൻ മരിച്ചതിന്റെ പൂജയുണ്ടായിരുന്നു. അതിൽ മഹേഷ് പങ്കെടുത്തിട്ടില്ല. മഹേഷിന് മാനസികമായ ചെറിയ അസ്വസ്ഥതയുള്ളോണ്ട് അവനെ ഒരു ഡോക്ടർ ചികിത്സിക്കാൻ വരുന്നുണ്ട്. മഹേഷിനെ പോയി വിളിച്ചോണ്ട് വരാൻ നാഗമ്മ പൂർണിയോട് പറഞ്ഞു. അങ്ങോട്ട് എന്ന ഒരു പട്ടിയെ പോലെ അവൻ കടിക്കാൻ വരും, എനിക്കെങ്ങും വയ്യ, ഞാൻ പോകുന്നില്ല. ഇത് കേട്ട് ജാജി ഞാൻ പോയി ചേട്ടനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. അവൾ പുഷ്പവതിയുടെ ആ സാരിയുമൊക്കെ അണിഞ്ഞ് സുന്ദരിയായിട്ട് മഹേഷിന്റെ റൂമിലേക്ക് പോയി. അവൾ റൂമിൽ കയറി നോക്കിയപ്പോ അയാളെ അവിടെ കാണുന്നില്ല. അപ്രതീക്ഷിതമായി മഹേഷ് ഇവളെ പുഷ്പവതിയാണെന്ന് കരുതി പുറകേന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ജാജിയുടെ അലർച്ച കേട്ട് എല്ലാവരും അവിടേക്ക് വന്നു. ഇന്ന് നിന്നെയും കൊന്ന് ഞാനും ചാവും എന്നൊക്കെ പറഞ്ഞ് മഹേഷ് വൻ അലമ്പ്. പൂജ പകുതിക്ക് വെച്ച് നിർത്തി സഹോദരന്മാരും അങ്ങോട്ടേക്ക് ഓടി വരാണ്. ഇഞ്ചക്ഷന്റെ എഫക്റ്റില് മഹേഷ് കാം ഡൗൺ ആയി. ജാജി ഇതെല്ലാം കണ്ട് പേടിച്ചു പോയി. ഇത് മനസ്സിലാക്കിയ നാഗമ്മ അവളെ സമാധാനിപ്പിച്ചു. ഈ മനയിൽ നടക്കുന്നതൊക്കെ കണ്ടിട്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നുണ്ടാവും, അതെനിക്ക് മനസ്സിലാവും. എന്നാൽ അതിനു മുന്നേ നീ കുറച്ച് കാര്യങ്ങൾ അറിയണം. അത് കഴിഞ്ഞ് നിനക്ക് തീരുമാനിക്കാം നിൽക്കണോ പോണോന്ന്. മനയിൽ മരണങ്ങളെല്ലാം സംഭവിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മൾ ഇനി കൂട്ടിക്കൊണ്ടുപോകുന്നത്. പുഷ്പവതിയെ വീട്ടുകാരോട് ആരോടും പറയാതെ മഹേഷ് രജിസ്റ്റർ മാരേജ് ചെയ്തു കൊണ്ടുവന്നതാണ്. അവള് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്ന ഒരു സിറ്റി ഗേളാണ്. നാട്ടുമ്പുറത്തുകാരായ മനയിലുള്ള ആൾക്കാർക്ക് അവളെ ആദ്യം കണ്ടപ്പോൾ ഇഷ്ടായില്ല. ഒരു ദിവസം പുഷ്പവതി അകത്തിരുന്ന് കള്ളു കുടിക്കായിരുന്നു. ഇത് കണ്ട നാഗമ്മ അവളെ വഴക്ക് പറഞ്ഞു. ഇവിടെ ദൈവപ്രതിഷ്ഠയുണ്ട്, കുടിയും കൂത്താട്ടവും ഒക്കെ പുറത്ത്, നിങ്ങൾക്കത് ദൈവമാണെങ്കിൽ എനിക്കിതാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് പുഷ്പവതി ആ കള്ളു കുടിച്ചു. ബഹളം കേട്ട് വന്ന മഹേശൻ തന്റെ ഭാര്യയുടെ പക്ഷത്ത് നിന്നു. മന ഞങ്ങളുടെ കൂടെയാണ്, നിങ്ങൾക്ക് ഇത്രയ്ക്ക് വലിയ പ്രശ്നമാണെങ്കിൽ എനിക്ക് അവകാശപ്പെട്ട സ്വത്തുതാ, ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം.
ഏറ്റവും മൂത്ത സഹോദരൻ ശിവയുടെ ഭാര്യയാണ് ചാരുലത. ദൈവകോപം കാരണം ചാരുലതയ്ക്ക് മക്കൾ ഉണ്ടാകുന്നില്ല. അവള് പ്രഗ്നന്റ് ആവും, പക്ഷെ മിസ്കാരേജ് സംഭവിക്കും. ഇനി മനയ്ക്കുള്ളില് മദ്യം കൂടെ വന്നു കഴിഞ്ഞാൽ മന മൊത്തത്തിൽ നശിക്കും. ഈ ഒരു കാര്യം നാഗമ്മ പറഞ്ഞതും പുഷ്പവതി അതിനെ എതിർത്തു. ഞാൻ വെള്ളം ഒടിക്കുന്നതും ഇവള് പ്രസവിക്കാത്തതും തമ്മിൽ ദൈവത്തിന് എന്ത് ബന്ധമുള്ളത്? ഓരോരോ അന്ധവിശ്വാസങ്ങള്. ശിവ ഇത് കേട്ടത് പൊട്ടിത്തെറിച്ചു. പുഷ്പവതിക്ക് രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവമുണ്ട്. പുഷ്പവതിയുടെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണമാണ് ദൈവകോപം ഇങ്ങനെ സംഭവിക്കുന്നതെന്നും രാത്രി ഇവളെ കെട്ടിയിടണമെന്നും പറഞ്ഞ് അവര് തമ്മില് വലിയ വാക്കുകൾക്ക് ഉണ്ടായി. പുഷ്പവതി ഇതോടെ കൊണ്ടയുടെ പ്രതിഷ്ഠ അയ്യത്തെ കിണറ്റിൽ കൊണ്ടിട്ടു. ഇതേ കിണറ്റിൽ ചാടിയാണ് പുഷ്പവതി ആത്മഹത്യ ചെയ്തത്. അവളുടെ ആ മരണത്തിന് ശേഷമാണ് മഹേഷിന്റെ സമനില തെറ്റിയത്. അറിഞ്ഞോ അറിയാതെയോ അവളുടെ മരണത്തിന് കാരണം താനാണെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുഷ്പവതി അവനെ ഉപദ്രവിക്കുന്നതായിട്ട് അവൻ ഹാലൂസിനേറ്റ് ചെയ്യുന്നതാണ്. ഇതെല്ലാം കേട്ടിട്ട് ജാജി മനവിട്ട് പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. പിന്നീട് അടുക്കളയില് ഫുഡ് ഉണ്ടാക്കുന്ന ജാജിനെയാണ് കാണിക്കുന്നത്. അവിടേക്ക് വേലക്കാരി തയ്യവ വരുന്നുണ്ട്. വീട്ടിലുള്ളവർക്ക് ഉപ്പ് കുറച്ചിട്ടാണ്, എരിവ് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ തയ്യവ പറഞ്ഞു കൊടുത്തു. അവര് മനയില് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. ക്യൂരിയോസിറ്റി കൊണ്ട് തയ്യവയ്ക്ക് മുന്നേ ഇവിടെ ഫുഡ് ഉണ്ടാക്കിയിരുന്നത് ആരാണ് എന്ന് ജാജി ചോദിച്ചു. അപ്പോ തയ്യവയും മറുപടി പറയുന്നുണ്ട് അത് പുഷ്പവതി ആയിരുന്നു എന്ന്. ഇത് കേട്ട് ജാജിക്ക് വിശ്വാസം വന്നില്ല. അല്ല, പുഷ്പവതി ഒരു മദ്യപാനി ആയിരുന്നില്ലേ? അതൊക്കെ വന്ന സമയത്ത് കുറച്ചു നാളുകൊണ്ട് തന്നെ അവള് മദ്യപാനമൊക്കെ നിർത്തി കൊണ്ടയെ പൂജിക്കാൻ തുടങ്ങി. അവരെന്നോട് പറഞ്ഞത് ദൈവകോപം കാരണം അവള് മരിച്ചെന്നാണല്ലോ. സംഭവം എന്താണെന്ന് വെച്ചാല് മഹേഷ് ഒരു പെണ്ണുപിടിയനാണ്. കല്യാണം കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ തന്നെ അവന്റെ തനി സ്വരൂപം പുറത്തു വന്നു. ഇതറിഞ്ഞ പുഷ്പവതി വലിയൊരു പ്രശ്നം തന്നെ അവിടെ ഉണ്ടാക്കി. അവള് നാഗമ്മയെയും വഴക്ക് പറഞ്ഞു. മനയുടെ രീതികൾക്കനുസരിച്ച് അവള് മാറാൻ ശ്രമിക്കാണ്. എന്നിട്ടും നാഗമ്മയ്ക്കോ അവരുടെ ദൈവത്തിനോ മഹേഷിനെ നേരെയാക്കാൻ പറ്റിയിട്ടില്ല. നാഗമ്മ അവളോട് ക്ഷമ ചോദിച്ചു. നിങ്ങളും നിങ്ങളുടെ മോനും ദൈവവും എല്ലാം കള്ളന്മാരാണ്. ഇതും പറഞ്ഞ് അവള് നേരെ പൂജാ റൂമിൽ കയറി കതകടച്ചു. അന്നവക്ക് പീരിയഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവള് പൂജാമുറിയും ദൈവത്തിനെയും എല്ലാം അശുദ്ധയാക്കി. അടുത്ത സീനിൽ അവരുടെ അച്ഛൻ മരിച്ച് 5-ാം ദിവസം കഴിഞ്ഞ് നടക്കുന്ന ഒരു ചെറിയ പൂജയാണ് കാണിക്കുന്നത്. അവിടേക്ക് ഒരമ്മയും മോളും കയറി വരുന്നുണ്ട്. ഇത് മറ്റാരല്ല, ചാരുലതയുടെ അമ്മയും അനിയത്തി പത്മലതയുമാണ്. നാഗമ്മ ക്ഷണിച്ചിട്ടല്ല അവര് വന്നിരിക്കുന്നത്. എന്തിനു വേറെ ദുഷ്യന്തന്റെ കല്യാണം കഴിഞ്ഞതുപോലും അവരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അറിയിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. ജാജിയെ അവിടെ വെച്ച് കണ്ട് അത് ദുഷ്യന്തന്റെ ഭാര്യയാണെന്നറിഞ്ഞപ്പോ ആ പെങ്കൊച്ച് നിറ കണ്ണുകളോടെ അവിടുന്ന് നടന്നകന്നു. പിന്നീട് അവരെ രണ്ടാളും ജാജിയെ കാണാൻ ചെന്നു. പത്മലതയും ദുഷ്യന്തനുമായിട്ടുള്ള വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച മാതിരിയായിരുന്നു. ചാരുലത മരിച്ചില്ലായിരുന്നെങ്കിൽ അവർ തമ്മിലുള്ള കല്യാണം നടന്നേനെ. ജാജിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അവള് പത്മലതയോട് ക്ഷമയും ചോദിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് നിന്ന് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വിവരം ജാജി അറിഞ്ഞു. ചാരുലത മരിച്ചത് സ്വയം തീ കൊളുത്തിയാണ്. എന്റെ മോള് മരിക്കാൻ കാരണം ഈ വീട്ടുകാരാണ്. അവരവളെ ഒരു ഭ്രാന്തിയാക്കി. ഇനി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. കല്യാണം കഴിഞ്ഞ് വന്ന മുതൽക്ക് തന്നെ ചാരുലത മാനസികമായി ചെറിയ രീതിക്ക് ബുദ്ധിമുട്ടുകൾ കാണിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ പൊക്കോണ്ടിരുന്നു. 2 മാസം ചാരുലതയ്ക്ക് പീരിയഡ്സ് ആവാത്തോണ്ട് അവള് പ്രഗ്നന്റ് ആയി കാണുമെന്ന് കരുതി അവരൊരു ഡോക്ടറിനെ വിളിച്ചു. പക്ഷേ എല്ലാവരും കരുതിയ പോലെ അവള് പ്രഗ്നന്റ് ആയിരുന്നില്ല. അവൾക്ക് PCOS ആണ്. ഇത് കാരണം പ്രഗ്നൻസി അവൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത് കേട്ട് ചാരുലത ഒരുപാട് സങ്കടത്തിലായി. കൂടുതൽ എന്തെങ്കിലും ഇവര് പറയുന്നതിന് മുന്നേ നാഗമ്മ അവിടേക്ക് വന്നു. രാത്രി ജാജി ദുഷ്യന്തോട് ഇതുപോലെ പത്മലതയെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ അവൻ അവളെ ചേർത്ത് പിടിച്ച് അങ്ങനൊന്നുമില്ല, എനിക്കതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവൾക്കത് വിശ്വാസം വന്നില്ല. അപ്പൊ ദേ നാഗമ്മ അങ്ങോട്ടേക്ക് കയറി വന്ന്, ഇല്ല മോളെ, അവൻ പറഞ്ഞത് ശരിയാണ്. ഞങ്ങളാണ് ആ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത്. അതും ചാരുലതയുടെ നിർബന്ധം കാരണം. കല്യാണത്തിന് മുന്നേ അവൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് അവരാരും ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ നാഗമ്മ അവൾക്ക് പറഞ്ഞു കൊടുക്കാണ്. ഒരു ദിവസം ശിവയെ കാണാൻ ഒരു ഫീമെയിൽ കൊളീഗ് വരുന്നുണ്ട്. ചാരുലത ഇത് കണ്ട് തനിക്ക് പ്രസവിക്കാൻ പറ്റാത്തോണ്ട് ഭർത്താവ് മറ്റൊരു സ്ത്രീയെ സ്നേഹിക്കാൻ പോകുവാണെന്ന് കരുതിയിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരും, എന്റെ ഭർത്താവിനെ ഒന്ന് വെറുതെ വിടൂ എന്നൊക്കെ പറയുന്നുണ്ട്. നാഗമ്മ ഒരു ദിവസം നോക്കുമ്പോ ചാരുലത വെളുപ്പകാലത്ത് എഴുന്നേറ്റ് കൊണ്ടയെ പൂജിക്കാണ്. കൊണ്ടയെ പൂജിച്ച് തൃപ്തിപ്പെടുത്തിയാല് താൻ പ്രഗ്നന്റ് ആവും എന്നവള് ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ട്രീറ്റ്മെന്റ്സും മെഡിസിനും ഒന്നും വർക്കാവുന്നില്ല. ഇനി അവൾ കൺസീവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് കേട്ടാൽ പിന്നെ ചാരുലത സ്വയം സെൽഫ് ഹാം ചെയ്യാൻ തുടങ്ങി.
അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നാഗമ്മ ചാരുലതയുടെ അമ്മേനെ അറിയിച്ചു. അവിടേക്ക് ചാരുലതയുടെ അമ്മയും അനിയത്തിയും ഓടി വന്നു. ചാരുലതയ്ക്ക് തന്റെ സഹോദരിയെ കണ്ടതും ഒരു പോംവഴി തെളിഞ്ഞു. അവള് നാഗമ്മയുടെ കാല് പിടിച്ച് കെഞ്ചി പത്മലതയും ദുഷ്യന്തയും തമ്മിലുള്ള കല്യാണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഈ കുടുംബത്തിലേക്ക് തനിക്ക് പറ്റിയില്ലെങ്കിലും തന്റെ അനിയത്തിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് കരുതി അവൾ സന്തോഷിച്ചു. എന്നാൽ പോകെ പോകെ അവളുടെ കണ്ടീഷൻ വേഴ്സായി. ഒരു ദിവസം നാഗമ്മ എണീറ്റ് നോക്കുമ്പോൾ കാണുന്നത് മേലാകെ തീ പിടിച്ച് ഓടുന്ന ചാരുലതേനെയാണ്. നാഗമ്മ തന്റെ കൂടെ ഇന്ന് കിടന്നോന്ന് പറഞ്ഞ് ചാച്ചിനെ കൂട്ടി അവരുടെ റൂമിലേക്ക് പോയി. റൂമിലെത്തിയതും ചാച്ചി വേറൊരു കാര്യം നാഗമ്മയോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ദുഷ്യന്തന്റെ രണ്ടാമത്തെ ഭാര്യയാണോ? ബിന്ദുമാലിനെയാണോ ആദ്യത്തെ ഭാര്യ? ഈ ഒരു കാര്യം അവളോട് പറഞ്ഞത് ചാരുലതയുടെ അമ്മയാണ്. സംഭവം ശരിയാണ്. ചാച്ചി ദുഷ്യന്തന്റെ രണ്ടാമത്തെ ഭാര്യയാണ്. ഈ കാര്യങ്ങളൊന്നും ചാച്ചിക്ക് അറിയില്ലായിരുന്നു. എന്നാൽ അവളുടെ വീട്ടുകാരോട് കല്യാണത്തിന് മുന്നേ അവരിതെല്ലാം പറഞ്ഞിരുന്നു. ചാച്ചിയുടെ പാരന്റ്സിന് അവരതുകൊണ്ട് 5 ഏക്കർ സ്ഥലവും കൊടുത്തു. ചാച്ചി ഇത് കേട്ട് സങ്കടപ്പെട്ട് വീട്ടിലേക്ക് വിളിച്ചു. അച്ഛൻ ആക്സിഡന്റ് ആയതുകൊണ്ട് പുള്ളിക്കിനി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കോംപ്രമൈസിൽ അവരെത്തിയതാണ്. എല്ലാവരും അവളെ പറ്റിച്ചതായിട്ട് ജാജിക്ക് തോന്നി. അവളെ ആശ്വസിപ്പിക്കാൻ ദുഷ്യന്ത ശ്രമിച്ചു. നിന്റെ അച്ഛനും അമ്മ ഇതൊന്നും നിന്നോട് പറഞ്ഞില്ല എന്ന് ഞാൻ എങ്ങനെയാ ജാജി അറിയണേ? പിന്നീട് ജാജിയുടെ ആവശ്യപ്രകാരം പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ദുഷ്യന്ത പറയാണ്. അവൻ ബിന്ദുമാലിനിയെ കല്യാണം കഴിച്ച കഥ. ഈ വീഡിയോയില് സീരീസിന്റെ ആദ്യത്തെ 3 എപ്പിസോഡുകളാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു 3 എപ്പിസോഡ് കൂടെ ഉണ്ട്. വേഗം തന്നെ ഞാൻ അടുത്ത പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.